ഒരു ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ ഇന്ന് നടന്ന വിഷയത്തിൽ ഷാനവാസ് വളരെ ഭംഗിയായിട്ട് തന്നെ കാര്യങ്ങൾ നോക്കി നടത്തിയെന്ന് പറഞ്ഞേ മതിയാകൂ. അതായത് ഇപ്പോൾ അനുമോളെ പോയി ആശ്വസിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിൽ പോലും അനുമോളും ജിസയിലും തമ്മിലുള്ള വിഷയം നടക്കുന്ന സന്ദർഭത്തിലാണെങ്കിൽ പോലും വളരെ നന്നായിട്ട് തന്നെ ഷാനവാസ് ഇടവും വലവും നോക്കി പെരുമാറി എന്ന് പറഞ്ഞേ മതിയാകൂ. ഒരു ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ ഷാനവാസിന് നല്ലൊരു അഭിനന്ദനങ്ങൾ കൊടുത്തേ മതിയാകൂ. ഷാനവാസ് നമ്മുടെ അനുവിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇത് നമ്മുടെ ബിഗ് ബോസ് ആണ്, ഇവിടെ സ്ട്രോങ് ആയിട്ട് തന്നെ ഗെയിം കളിക്കണം, തൊട്ടതിനും പിടിച്ചതിനും ഒന്നും ഇവിടെ അങ്ങനെ കരയാൻ പറ്റില്ല എന്നാണ് ഷാനവാസ് പറയുന്നത്. അത് മാത്രമല്ല, അനുവിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷാനവാസ് കുറച്ച് കാര്യങ്ങളും പറയുന്നുണ്ട്. ഇങ്ങനെയായിരുന്നു അത്: ഇപ്പോൾ നീ എന്റെ കാര്യമൊന്ന് നോക്ക്, ആദ്യത്തെ ആഴ്ചയിൽ തന്നെ എന്നെ അവർ പുറത്ത് കടത്തി, എന്നെ റെഡ് സോണിലിട്ട് പുറത്താക്കാനായിട്ട് വരെ അവർ ശ്രമിച്ചു. ഞാൻ അതിനെ എങ്ങനെയാണ് അതിജീവിച്ചത് എന്ന് നീയും കണ്ടതല്ലേ? ഞാൻ അത്രയും കഷ്ടപ്പെട്ടാണ് അതിനെയൊക്കെ തന്നെയും അതിജീവിച്ചത്. ഞാൻ എത്ര ദിവസമായിട്ട് ഒരു ടൂത്ത് ബ്രഷ് ബിഗ് ബോസിനോട് ആവശ്യപ്പെടുന്നുണ്ട്, ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. അതിന്റെ കാരണവും എനിക്കറിയാം, അവരെന്റെ ക്ഷമ പരീക്ഷിക്കുകയാണ്. അതൊക്കെ തന്നെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഷൂട്ടിന് പോകുന്ന സമയത്ത് എനിക്ക് അവകാശപ്പെട്ട സാധനങ്ങൾ എനിക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ്. അത് നിനക്കും എന്നെ പരിചയമുള്ളവർക്കും വ്യക്തമായിട്ട് അറിയാം. പക്ഷേ ഇത് വേറൊരു പ്ലാറ്റ്ഫോമാണ്. ഇവിടെ നമ്മൾ ഇതിനെയൊക്കെ അതിജീവിച്ച് കൂടുതൽ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകണം. ഷാനവാസിന്റെ ഈ മറുപടി പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ടു. എന്നാൽ ഇതിനോടൊപ്പം തന്നെ അനുവിന്റെ തെറ്റും ഷാനവാസ് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ജിസൈലിന്റെ അനുവാദമില്ലാതെ ജിസൈലിന്റെ പെട്ടി തുറന്നത് വളരെ മോശമായി എന്നും അത് വേണ്ടിയിരുന്നില്ല എന്നും ഷാനവാസ് ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് തന്നെ അനുവിനോട് പറയുന്നുണ്ട്.